എനിക്ക് പൊതുവേ വെള്ളം കുടിക്കാൻ കുറച്ച് മടിയാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ സ്ട്രോ ബോട്ടിലാണ് യൂസ് ചെയ്യണത്. ഇതിലിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ കുറേ വെള്ളം കുടിക്കണ പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറി വന്നു. പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. വേറെ കുടിക്കില്ല, നെസ്റ്റോയിൽ സാധനങ്ങൾ മേടിക്കാൻ പോവാണ്. നമ്മളിന്ന് ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത്, സെറ്റാഫിലിൻ്റെ. പിന്നെ സൺസ്ക്രീന് ഡോക്ടർ ഷെയ്ഡ്സിൻ്റെ, പിന്നെ സെബാമെഡിൻ്റെ ഒരു ലിപ് ബാം ഇട്ടു. എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പു റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പു റെഡി ആയി വരുമ്പോഴേക്കും ഞാനപ്പോൾ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടു. പിന്നെ ഞാൻ ആദ്യം മുടി കെട്ടി വെക്കുകയാണ് ചെയ്തത്. പിന്നെ അതെനിക്കെന്തോ ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഇറങ്ങാൻ നേരത്ത് പിന്നെ ഞാൻ മുടി അഴിച്ചിട്ടു. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ആദ്യം നമ്മൾ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ കോഫിയും പിന്നെ വടയും കഴിച്ചു. നല്ല വടയായിരുന്നു, നല്ല ക്രിസ്പി വടയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ നെസ്റ്റോയിൽ പോയി. നെസ്റ്റോന്ന് പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ, ഫസ്റ്റ് പച്ചക്കറിയൊക്കെയാണ് എടുത്തത്. ക്യാപ്സിക്കും ബീൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ തൈര് മേടിക്കാണ്ടായിരുന്നു, അപ്പോൾ തൈര് എടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം മേടിക്കണമായിരുന്നു. അപ്പോൾ ഫ്രഷ് ക്രീം കൊടുത്തു. പിന്നെ വാൾനട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാൾനട്ട് മേടിച്ചു. പിന്നെ നമ്മൾ ചില്ലി ചിക്കന് വേണ്ട ചിക്കൻ മേടിച്ചു. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് വേറെ നമ്മുടെ എടുത്തിട്ടുണ്ടായിരുന്നു, പാസ്തയ്ക്കും ഫ്രൈഡ് റൈസിനും കൂടിയിട്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഒന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് അവിടെ അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ചിക്കൻ ബ്രസ്റ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. അത് പാസ്തയ്ക്കും പിന്നെ ഫ്രൈഡ് റൈസിനും കൂടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പാസ്ത ഉണ്ടാക്കാനാണ് നിന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് മെൽറ്റായതിന് ശേഷം 2 സ്പൂണ് മൈദ ചേർത്തു. അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് പാലൊഴിച്ചു. അപ്പോൾ എന്നിട്ട് ചെറുതായിട്ട് കട്ട പിടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാനപ്പോൾ വിസ്ക് എടുത്തു. ഹാൻഡ് വിസ്ക് കൊണ്ട് കുറേശ്ശെ പാലും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് ഒന്ന് കട്ടൊക്കെ മാറിയതിന് ശേഷം ക്യാപ്സിക്കും കോണും ചേർത്തു. കോണ് ഫ്രോസൺ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് ചേർത്തു. പിന്നെ വേവിച്ച് വെച്ച ചിക്കനും പാസ്തയും ഒക്കെ കൂടി മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ഒറിഗാനോ ചേർത്തു. പിന്നെ ഉപ്പ്, കുരുമുളക്, ചീസ് ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് ആദ്യം കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു. എന്നിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് ഒറിഗാനോ കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒറിഗാനോ ചേർത്തു. പിന്നെ ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും ചില്ലി ഫ്ലെക്സ് കുറച്ചുകൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തു. പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാസ്ത റെഡി ആയി. അപ്പോൾ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനാണ് നിന്നത്. അപ്പോൾ ആദ്യം 2 സ്പൂണ് കോൺഫ്ലവറും പിന്നെ 2 സ്പൂണ് മൈദയും പിന്നെ സോയാ സോസും ടൊമാറ്റോ സോസും, അങ്ങനെ കൃത്യം കണക്കില്ല, ഏകദേശം നോക്കിയിട്ട് 2 സോസും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക്, കാശ്മീരി ചില്ലി പൗഡർ അതെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തു. പിന്നെ കോഴിമുട്ട, ആദ്യം 5 കോഴിമുട്ട എടുത്തു. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തീരെ ചേർത്തില്ല, അപ്പോൾ പിന്നെ ഒരു കോഴിമുട്ടയും കൂടി എടുത്തു. അങ്ങനെ ടോട്ടൽ 6 കോഴിമുട്ടയും കൂടി ചേർത്തിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ചില്ലി ചിക്കനുള്ളത് ഇങ്ങനെ ക്യൂബായിട്ടും ഫ്രൈഡ് റൈസിനുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചു. 3 കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ വൈറ്റ് പാർട്ട് വേറെയും ഗ്രീൻ പാർട്ട് വേറെയായിട്ട് അങ്ങനെ സെപ്പറേറ്റ് അരിഞ്ഞ് വെച്ചു. ബസ്മതി റൈസ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ വറുത്തിട്ട് മാറ്റി വെച്ചു. പിന്നെ അരി വേവിച്ച പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മുട്ട ആദ്യം ഒന്ന് വറുത്തിട്ട് മാറ്റി വെച്ചു. പിന്നെ അതേ പാനിക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്തു. കുറച്ച് ഉപ്പിട്ടിട്ട് ആദ്യം അടച്ച് വെച്ച് വേവിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ കുറേശ്ശെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം റൈസ് കുറേശ്ശെയായിട്ട് ചേർത്തു. ആദ്യം കുറച്ച് റൈസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം
പിന്നെ ബാക്കി എല്ലാ റൈസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തു. പിന്നെ കോഴിമുട്ട ചേർത്തു. പിന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ അതും ചേർത്ത് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തു. അങ്ങനെ ഫ്രൈഡ് റൈസിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. ലാസ്റ്റ് കുറച്ച് സ്പ്രിങ് ഓണിയനും കൂടിയിട്ട് മേലെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനാണ് നിന്നത്. അപ്പോൾ ആ ചിക്കൻ വറുത്ത അതേ ഓയിൽ തന്നെ പച്ചമുളകും സബോളയും 3 കളർ ക്യാപ്സിക്കും ഒക്കെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ചേർത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തു. പിന്നെ സ്പ്രിങ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ആദ്യം ചേർത്തു. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം സോസ് ടൊമാറ്റോ സോസും സോയാ സോസും രണ്ടും കുറേശ്ശെ ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു 1/2 സ്പൂണ് പഞ്ചസാര കുറച്ച് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് വിനാഗിരി ആഡ് ചെയ്തു. എന്നിട്ട് പിന്നെ നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ കോൺഫ്ലവർ ആദ്യം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു. പിന്നെ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ അത് നന്നായി മിക്സ് ആയതിന് ശേഷം സ്പ്രിങ് ഓണിയനും കൂടിയിട്ട് മേലെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങി എല്ലാവരും. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ട് പിന്നെ വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഇങ്ങനെ സാൻഡ്വിച്ച് മാതിരി ആക്കുകയാണ്. അപ്പോൾ നമ്മൾ സബോളയും തക്കാളിയും കോഴിമുട്ട ബ്രെഡ് എല്ലാം എടുത്തിട്ടുണ്ട്, ചീസിൻ്റെ സ്ലൈസും ഒക്കെ. അപ്പോൾ പിന്നെ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചു. എന്നിട്ട് മേലെ കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ചേർത്തു. ബുൾസൈ ഇങ്ങനെ മറച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചു. എന്നിട്ട് പിന്നെ ഒരു ബ്രെഡിൻ്റെ ഒരു സൈഡിൽ ടൊമാറ്റോ സോസ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തു. പിന്നെ മുട്ടയും സബോളയും തക്കാളിയും കൂടി വെച്ചിട്ട് പിന്നെ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ വെച്ചു. എന്നിട്ട് വേറെ ഒരു ബ്രെഡിൻ്റെ സൈഡിൽ മയോണൈസും കൂടിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ പാനിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുത്തു. ചീസ് മെൽറ്റാണ് വരെ അങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്തു. പിന്നെ അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ സാൻഡ്വിച്ചാക്കി. പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും കൂടെ ചായ കുടിച്ചു. പിന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്.